ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ എന്താ കുറച്ച് ഡേയ്സിന് ശേഷം ഞാൻ പിന്നെയും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ടൊരു കാര്യമായൊരു വിശേഷം ഉണ്ടായിന്. പിന്നെയും കുറച്ച് കാര്യങ്ങളുണ്ടായിന്. പിന്നെ വീഡിയോ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഷാറ്റേർഡ് ആയിട്ട് ഒരു മെസ്റ്റപ്പ് വീഡിയോ ആണ്. കുറേ ദിവസത്തെ വീഡിയോസ് എല്ലാം ഒന്നിച്ച് കൂട്ടിയിട്ട് ഉണ്ടാക്കിയാണ്. പക്ഷെ എല്ലാം കൂടി ഒന്നിനോട് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ മെയിനായിട്ടൊരു സംഭവം നടന്ന് ഞങ്ങൾ റൂം ഷിഫ്റ്റായി. അപ്പോൾ റൂം ഷിഫ്റ്റായി അല്ലെങ്കിൽ റൂം ഷിഫ്റ്റായവർക്ക് വീട് ഷിഫ്റ്റായവർക്കൊക്കെ അറിയാൻ പറ്റും അത് എത്രത്തോളം ഹെക്റ്റിക്കും സ്ട്രെസ്ഫുള്ളും ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മളുള്ള റൂമിലുള്ള സംഭവങ്ങളെല്ലാം പാക്ക് ചെയ്യണം, മറ്റു റൂമിലേക്കെല്ലാം ഷിഫ്റ്റ് ചെയ്യണം, ഉള്ള റൂം ക്ലീൻ ചെയ്യണം, മറ്റു റൂമിൽ കൊണ്ടുപോയിട്ട് എല്ലാം സെറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ ഓൾറെഡി ഒരു മൂവേഴ്സിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഓരെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിന്. അന്നെങ്കിൽ കൂടി നമുക്കിങ്ങനെ കൈയും കെട്ടി എന്നിട്ട് നോക്കാൻ കഴിയില്ലല്ലോ, ഓറെ ഗൈഡ് ചെയ്യണം, പിന്നെ ഉള്ളതെല്ലാം മൊത്തം നമ്മൾ പാക്ക് ആക്കിയിട്ട് വെക്കണമല്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം ആയിട്ട് ഭയങ്കര ഈ ഒരു കുറച്ച് ഡേയ്സ് എന്ന് പറയുന്നത് ഭയങ്കര ബിസി ആയിട്ടുണ്ടായിന്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ 1-ാം തീയതി ആകുമ്പോഴായിരിക്കും മാറുന്നത്. മോസ്റ്റ്ലി അങ്ങനെയല്ലേ, മന്ത്ലി നമ്മൾ മാറുമ്പോൾ. അപ്പോൾ ഈടെ വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഉള്ള റൂമിലാണെങ്കിൽ അന്ന് 31st ഞങ്ങൾ വെക്കേറ്റാണ്, അടുത്ത ആൾ വരുന്നുണ്ട്. പിന്നെ പിറ്റേന്ന് 1-ാം തീയതി ആകുമ്പോഴാണ് ഞങ്ങൾക്ക് മറ്റ് റൂം കിട്ടുന്നില്ല. അവിടെ ഓൾറെഡി ആൾക്കാരുണ്ടായിന്. അങ്ങനെ ഓറ് പാതിരാത്രി ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ടൈമിന് ശേഷം അറൗണ്ട് 1 o'clock 2 o'clock ആണ് ഞങ്ങൾ ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ട് കുക്കിങ്ങും ഇല്ല, ഒന്നുമില്ല, പുറത്തുനിന്ന് തന്നെയാണ് ഫുഡ്. അങ്ങനെ അന്ന് രാത്രിയാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റെല്ലാം ക്ലോസ് ആയിട്ടുണ്ടായിന്. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒരു ഷവർമേൻ്റെ ഇത് കണ്ടിട്ട് അവിടെ പോയിട്ട് ഷവർമ കഴിച്ചാന്ന് രാത്രിയിൽ. പിന്നെ ഇതാ പുതിയ റൂമിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ കംപ്ലീറ്റ് എല്ലാം ഇങ്ങനെ വലിച്ചിട്ടിട്ടുണ്ട്. ഫ്രം ദ ബിഗിനിങ് അവിടെ നിന്ന് തുടങ്ങാനുണ്ട്. എല്ലാം ഇങ്ങനെ ഓരോന്നെടുത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തിട്ട് വെക്കണം. അങ്ങനെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് 2-3 days ആകുമ്പം ഓണം വൈബായി. ഓണം വൈബ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എനിക്ക് മനസ്സിലേക്ക് വരൽ സദ്യ ഫുഡാണ്. അങ്ങനെ തന്നെ ഞാൻ കുക്ക് ചെയ്യലില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു നെയ്ബറിനെ കിട്ടിയിട്ടുണ്ടായിന്. ഒരു പറഞ്ഞ് കുക്ക് ചെയ്യാനൊന്നും പോകണ്ട, ഞങ്ങൾ ഓണസദ്യ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടെന്ന്. സോ അതുകൊണ്ട് തന്നെ ഉച്ചത്തെ പരിപാടി ഭയങ്കര ക്ലീനായിട്ട് കഴിഞ്ഞ് MRൻ്റെ കിറ്റ് ഉച്ചയാകുമ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു തന്ന്. കുറേ ഐറ്റംസ് ഉണ്ടായിന്, നല്ല കുറേ കറിയെല്ലാം ഇട്ടിട്ട് 2 പായസവും കുറേ അച്ചാറെല്ലാം ആയിട്ട് നല്ല ഉണ്ടായിന് കഴിക്കാൻ. എല്ലാം വെജിറ്റബിൾസ് ആണ്, പക്ഷെ അതെല്ലാം ഒന്നിച്ച് കൂട്ടിയിട്ട് കഴിക്കുക എന്ന് പറയുന്നൊരു വേറൊരു എന്താ പറയുക ടേസ്റ്റ് തന്നെയാണ് ഈ സദ്യക്ക്. അതുകൊണ്ട് അന്നത്തെ ഉച്ചക്കത്തെ കാര്യം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ്. ഇവിടെ ഇപ്പോൾ സമ്മർ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് 2 month വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളെല്ലാം റീഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈശാനെ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് അയക്കാൻ കഴിഞ്ഞിട്ട് 1 or 2 day ഓൾ പോയിട്ടായിട്ട് പിന്നെ ലീവ് എടുക്കേണ്ടി വന്ന്. മെയിൻ ആയിട്ടുള്ള റീസണ് റൂം ഷിഫ്റ്റ് ആകുന്ന തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഓൾ അയക്കാനുള്ള ടൈം കിട്ടിയിട്ട. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്കുള്ള ഒരു ചെറിയ ഷോപ്പിംഗ് എല്ലാം ഉണ്ടായിന്. വലിയ കാര്യമായ ഷോപ്പിംഗ് ഒന്നും അല്ല, എന്തായാലും ഓൾറെഡി സ്കൂൾ സ്റ്റാർട്ടായത്. അപ്പം അവർക്ക് ഇടയിലൊരു വെക്കേഷൻ കിട്ടുന്നുണ്ട്, അത് റീഓപ്പൺ ആയെന്ന്. അപ്പോൾ പിന്നെ കുറച്ച് പെൻസിൽസ്, ഇറേസേഴ്സ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ടാവുമല്ലോ, അത് ഒരിക്കൽ പോയിട്ട് വരുമ്പോൾ പിറ്റേ ദിവസം കയ്യിലുണ്ടാവില്ല, ചെറിയ പിള്ളേരല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാണ്ടായിന്. അപ്പം അതെല്ലാം ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ലുലുലും കൂടി പോയിട്ടുണ്ട്. നെക്സ്റ്റ് രാത്രിയായപ്പം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രാൻഡ് റെജൻസിയിൽ പോകാണ്ടായിന്. എൻ്റെ ഒരു കസിൻ ബഹ്റൈനിൽ നിന്ന് വന്നിട്ടുണ്ടായിന്. ഓനെന്തോ ഡാൻസ് പ്രോഗ്രാമെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇടത്തേക്ക് വന്നിന്. അങ്ങനെ ഓനെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഓന് പിറ്റേ ദിവസം തിരിച്ച് പോവാന്ന്. അതുകൊണ്ട് തന്നെ ഓന് ഇവിടെയും കണ്ടിട്ടൊന്നുമില്ല, അടുത്തേക്കെങ്കിലും പോവാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് മനസ്സിൽ വന്ന ലുസൈലാണ്. ഓനക്ക് പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഖത്തർ മൊത്തം കവർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിന് ഓനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് രാത്രിയിൽ ലുസൈലിലെല്ലാം ഒന്ന് കറങ്ങി. പിന്നെ ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് എല്ലാം കുറച്ച് ചേഞ്ച് ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഭയങ്കര മറ്റേ അസഹനീയമായ ചൂടുന്ന് അത്യാവശ്യം നമ്മളെ നോർമൽ ക്ലൈമറ്റിലേക്ക് മാറുന്നുണ്ട്. തണുപ്പൊന്നും സ്റ്റാർട്ടായിട്ടാ, ചൂടൊന്നും കുറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്. സ്റ്റിൽ ആ ഒരു ഭയങ്കര ടെമ്പറേച്ചർ ഉണ്ടായിന്. നമുക്കിങ്ങനെ രാത്രി ടൈം കൂടി പുറത്തിറങ്ങാൻ കഴിയുന്നുണ്ടായിട്ടാ. ജസ്റ്റ് ഇങ്ങനെ ഡോർ ഓപ്പൺ ആക്കിയിട്ടാകുമ്പോൾ ഇങ്ങനെ വേർത്തൊഴിക്കുന്നുണ്ടായിന്. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയ ദിവസം നല്ല കാറ്റെല്ലാം ഉണ്ടായിന്, ചെറിയൊരു ചൂട് കാറ്റ്, എന്തെങ്കിലും അത്ര വലിയൊരു ചൂടുണ്ടായിട്ടാ. പിന്നെ വീക്കെൻഡ് ആയിന്, പക്ഷെ ഞങ്ങൾ കുറേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഉണ്ടായിട്ടാ, വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടാ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ലോഗും വിശേഷങ്ങളും ഇത്ര തന്നെ ഉണ്ടായിന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.
പിന്നെ അതുപോലെ തന്നെ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.